അപ്പം ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്താണ്. പിന്നെ നമുക്ക് അറിയാലോ മീൻ ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ NP ആണ്, N×P ആണ് മീൻ ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൂട്ട് NPQ ആണ്. ഓക്കെ, പൊതു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഹോംവർക്കും നമ്മൾ തന്നിരുന്നതാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ് ഫോർ എ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ 4 ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് വേരിയൻസ് ഈസ് 12/9 എന്നുള്ളത്. ഫൈൻഡ് N. ഓക്കെ, നമ്മൾ ചെയ്തത് ഓർമ്മ ഉണ്ടല്ലോ. ഇപ്പൊ മീൻ 4 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12/9 എന്നും തന്നിട്ടുണ്ട്. ഇതിൽ ഓൾ ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ NP എന്ന് എടുത്തു, ദെൻ വേരിയൻസിന് നമ്മൾ NPQ എന്ന് എടുത്തു. ഓക്കെ, NPQ 12/9 അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 0 to 6 വരെ നമുക്ക് N കിട്ടും, ടേംസ് കിട്ടും. ഓക്കെ, പിന്നെ അതിൽ താഴത്തുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ വേറെ 2 ക്വസ്റ്റ്യൻസ് കൂടെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഹോംവർക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് അല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ആൻസർ എന്താ കിട്ടിയേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, bring out fallacy in the following statement. The mean of binomial distribution is 5 and standard deviation is 3. അത് കറക്റ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. മീൻ ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ 5ഉം അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയോ? ആൻസർ എന്താ വരിക? സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ അതോ റോങ് ആണോ? 1.8 അതിന്റെ ആൻസർ കിട്ടിയത്. Q 1.8 അപ്പൊ സ്റ്റേറ്റ്മെന്റ് റോങ്. ഓക്കെ, Q 1.8 കിട്ടും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം എന്താണ്? മോർ ദാൻ 1 വരൂല. ഓക്കെ, മോർ ദാൻ 1 വരും. അതുകൊണ്ട് മോർ ദാൻ 1 വരാൻ പാടില്ല. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ Q തന്നെയാണ് എന്താ 1.8 കിട്ടും. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ഇത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ മാക്സിമം വാല്യൂ എന്നുള്ളത് 1 ആണ്, 100% ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിയും ക്യൂവും കൂടെ മോർ ദാൻ 1 വരാൻ പാടില്ല. ഇവിടെ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ Q 1.8 കിട്ടും. ഇതെല്ലാവരും ചെയ്തതാണോ? ഡിസ്കസ് ചെയ്യണോ? ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണോ? ഓക്കെ, നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. ചെയ്യാൻ കാണിക്കാൻ ചെയ്യും. നോക്കുക, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മീൻ ഓഫ് ബൈനോമൽ മീൻ 5 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്നാണ്. അപ്പൊ മീൻ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്. NP = 5 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? നിങ്ങൾ പറയാ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? റൂട്ട് ഓഫ് NPQ. ഓക്കെ, റൂട്ട് NPQ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ പഠിച്ചത്. ഈ സ്ക്രീന് കാണുന്നില്ലേ ഞാൻ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ റൂട്ട് NPQ നമ്മളോട് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് NPQ ആണ് 3 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ NPQ എത്രയായിരിക്കും വരിക? റൂട്ട് NPQ 3 ആണെങ്കിൽ NPQ എത്രയായിരിക്കും വരിക? റൂട്ട് NPQ 3 എന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ NPQ 3 സ്ക്വയർ. യെസ് അറിയല്ലോ. ഇപ്പൊ നമ്മള് റൂട്ട്
25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്, 5ന്റെ സ്ക്വയർ ആണ് 25 എന്നുള്ളത്. അപ്പോൾ ഇവിടെ റൂട്ട് എൻ പി ക്യൂ 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, പി ക്യൂ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9 വരും. ഓക്കെ, ഇവിടെ റൂട്ട് എൻ പി ക്യൂ ആണ് 3 എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ എൻ പി ക്യൂ എത്ര 9 ആണ് വരിക, 3ന്റെ സ്ക്വയർ. കൺഫ്യൂഷൻ അല്ലല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 5ന്റെ സ്ക്വയറിനാണ് നമ്മൾ റൂട്ട് 25 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 3ന്റെ സ്ക്വയർ 9 ആണ് എൻ പി ക്യൂ എന്നുള്ളത്. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇവിടെ എൻ പി 5ഉം എൻ പി ക്യൂ 9ഉം കിട്ടി. ഇതെങ്ങനെ സോൾവ് ചെയ്യാറിയല്ലോ, എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി. എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എന്ന് ചെയ്യുമ്പോൾ എന്താ വരിക, എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എന്ന് പറയുമ്പോൾ ആ എൻ പി വെട്ടിപ്പോകും, ബാക്കി പിന്നെ ക്യൂവിന്റെ വാല്യൂ ആണ് അവിടെ കിട്ടുക അല്ലെ. താഴത്തെ ന്യൂമറേറ്ററിലും എൻ പി ഉണ്ട്, ഡിനോമിനേറ്ററിലും എൻ പി ഉണ്ട്. രണ്ടും ക്ലോസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് വരുന്ന വാല്യൂ എന്നുള്ള ക്യൂവിന്റെ വാല്യൂ ആണ്. അപ്പൊ ചെയ്ത് നോക്കുക, എൻ പി ക്യൂന്റെ വാല്യൂ എന്നുള്ളത് 9 ആണ്. 9 ഡിവൈഡഡ് ബൈ എൻ പിന്റെ വാല്യൂ 5 ആണ്. ഓക്കെ, 9 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആൻസർ 1.8 എന്ന് കിട്ടും അല്ലെ, 1.8. അതാണ് ക്യൂവിന്റെ വാല്യൂ. സോ ക്യൂ ഈക്വൽ ടു 1.8. ക്യൂ ഈക്വൽ ടു 1.8 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിവിഷനോട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഡൗട്ട് ഉള്ളവർ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഇത് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്യൂവിന്റെ വാല്യൂ 1.8 എന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ എൻ പി 5 എന്ന് എടുത്തു, ദെൻ എൻ പി ക്യൂ ക്വസ്റ്റ്യൻ എന്താ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3 തന്നെ സ്കോർ ചെയ്തിട്ട് എൻ പി നമ്മൾ 9 കൊടുത്തു. ദെൻ എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി, അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്യൂ കിട്ടും. എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി ചെയ്യുമ്പോൾ എൻ പി വെട്ടിപ്പോകും, പിന്നെ അവിടെ ക്യൂവിന്റെ വാല്യൂ ആണ് ഉണ്ടാകുക. സോ 9 divided by 5 is equal to 1.8. So Q equal to 1.8. So this statement is wrong. Okay, ഈ ഒരു Q 1.8 കിട്ടിയോണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, കാരണം അറിയില്ല Q എന്ത് കിട്ടാൻ പാടുള്ളൂ, P പ്ലസ് Q 1 വരാൻ പാടുള്ളൂ. മാക്സിമം P പ്ലസ് Q ആഡ് ചെയ്യുമ്പോൾ 1 വരാൻ പാടുള്ളൂ, 1 കൂടാൻ പാടില്ല എന്നുള്ളതാണ് പ്രോബിലിറ്റിന്റെ ലോ ആയിട്ട് പറയുന്നത്. ഇവിടെ Q എന്തായി 1.8 ആയി. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? Then സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നത് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ 6 ആൻഡ് വേരിയൻസ് 2 ഫൈൻഡ് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, വേരിയൻസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ചെയ്തല്ല ആൻസർ എന്താ വരിക, പി എത്രയാണ് വരിക, ക്യൂ എത്രയാണ് വരിക, ദെൻ എൻ എത്രയാണ് വരിക. പി എത്ര ചെയ്തപ്പം കിട്ടിയ ഈ ഒരു സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിരുന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പി എത്രയാണ് കിട്ടിയത്, 0.66. പി 0.66. ഓക്കെ, ക്യൂ 0.33. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ലിസൺ. സെക്കൻഡ് ക്വസ്റ്റ്യന് പിന്റെ വാല്യൂ എത്ര നിങ്ങൾ പറഞ്ഞത്, 0.66. ദെൻ ക്യൂവിന്റെ വാല്യൂ 0.33. ദെൻ എൻ 8.99. 8.9. ഓ, എൻ ന്യൂമറിക്കൽ നാച്ചുറൽ വാല്യൂ അല്ലേ, അപ്പം ഫുൾ വാല്യൂസ് വരുമല്ലോ. ഈ 0.66ഉം 0.333 വെച്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം 9 തന്നെ വരുമല്ലോ എന്നെ. എനിക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയതാണോ, ഇനി പറയണോ, ചെയ്യണോ? ഡിസ്കസ് ചെയ്യണമെങ്കിൽ പറയട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കേണ്ടി വരും.
പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പിന്റെ വാല്യൂ 0.66 വരും. 1/6 വരും പിന്റെ വാല്യൂ. ക്യൂന്റെ വാല്യൂ 2/6 വരും അല്ലെ. ദെൻ എന്നിന്റെ വാല്യൂ 9 കിട്ടും. ഇതെല്ലാവർക്കും കറക്റ്റ് കിട്ടിക്കണോ അതോ ചെയ്യണോ, ഡിസ്കസ് ചെയ്യണോ? ചെയ്യണം. ഓക്കെ. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മീനും വേരിയൻസും പറഞ്ഞിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NP ആണ്. സോ NP ഈക്വൽ ടു 6. ദെൻ NPQ എന്ന് പറഞ്ഞാൽ നമ്മളെ വേരിയൻസ് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം മോഡൽ തന്നെയാണ്. സോ NPQ നമുക്ക് കിട്ടി. NP6ഉം NPQ 2 എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നതാണ്. മീൻ 6 അതിന്റെ വേരിയൻസ് 2 എന്നുള്ളത്. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് Q കാൽക്കുലേറ്റ് ചെയ്തുകൂടെ. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. Q കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു NPQ ഡിവൈഡഡ് ബൈ NP. NPQ ഡിവൈഡഡ് ബൈ NP ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് Q കിട്ടും. സോ Q ഈക്വൽ ടു NPQന്റെ വാല്യൂ ഇവിടെ 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 6. Q എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഓക്കെ. ഡയറക്റ്റ് നേരെ തന്നെ Q എന്നുള്ള വാല്യൂ ഇട്ടിട്ട് 2 ഡിവൈഡഡ് ബൈ 6. ഇതിനെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചെറുതാക്കുക, പല രീതിയിലും ചെയ്യാം. 2/6 എന്ന് കാണാം. അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ആൻസറിന്റെ എന്താണ് 1/3 എന്നുള്ളത് ഇത് തന്നെയാണ്. എന്ത് 1/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.333 ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിന്റെ Qന്റെ വാല്യൂ നമുക്ക് കിട്ടും ഒന്നെങ്കിൽ 2/6 അല്ലെങ്കിൽ 1/3 അല്ലെങ്കിൽ 333 എന്നുള്ളത് 0.33. ദെൻ Qന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്റെ വാല്യൂ നമുക്ക് കാണല്ലോ. P ഈക്വൽ ടു 1 - Q ആണ് അല്ലെ. ടോട്ടല് 1 കിട്ടണം. സോ P ഈക്വൽ ടു 1 - Q ആണ്. സോ ഈക്വൽ ടു നേരത്തെ ചെയ്ത മാതിരി ഒന്നെങ്കിൽ 2/6 ഡിവൈഡ് ബൈ 1 അല്ല 1 - 2/6 ചെയ്യാം, അല്ലെങ്കിൽ 1/3 ചെയ്യാം, അല്ലെങ്കിൽ 1 - 0.33 ചെയ്യാം. ഓക്കെ. ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 1 - 0.33. ഈക്വൽ ടു 0.66. ഓക്കെ. അപ്പൊ പിന്റെയും ക്യൂന്റെ വാല്യൂ അവിടെ കിട്ടും. പിന്റെ വാല്യൂ 0.66 അല്ലെങ്കിൽ 0.1/6 അല്ലെ. ദെൻ ക്യൂന്റെ വാല്യൂ 2/6. രണ്ട് ആൻസർ കിട്ടും. നമുക്ക് ഇതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാട്ടോ 2/6 അല്ലേ വരിക. ഓക്കെ. 2/6 മറ്റോടത്ത് ചെയ്ത് മാറി 1/6 ആണ്. 1/6. ഓക്കെ. ഇവിടെ ക്യൂന് വാല്യൂ നമ്മൾ 2/6ഉം പിന്റെ വാല്യൂ 1/6 കിട്ടും. അല്ലെങ്കിൽ 0.33 അല്ലെങ്കിൽ ഇവിടെ 0.66. അപ്പൊ പിന്റെ ക്യൂന്റെ വാല്യൂ കിട്ടും. പിന്നെ എന്താ ചെയ്യാനുള്ളത്? പിന്നെ എന്നാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ NP നമുക്ക് തന്നിട്ടുണ്ട്, P നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ. N ഈക്വൽ ടു NP ഡിവൈഡഡ് ബൈ P ചെയ്താൽ Nന്റെ വാല്യൂ കിട്ടൂലേ. NP ഡിവൈഡഡ് ബൈ N ചെയ്യാം അല്ലെ. NP ഡിവൈഡഡ് ബൈ N ചെയ്താൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും N ഉണ്ട്. 2 വെട്ടി പോകുമ്പോൾ പിന്നെ P കിട്ടും. NP ഡിവൈഡഡ് ബൈ P. ഓക്കെ. സോറി. NP ഡിവൈഡഡ് ബൈ P ചെയ്താൽ എന്ത് കിട്ടും? Nന്റെ വാല്യൂ കിട്ടും. Pയും വെട്ടി പോകുമ്പോൾ പിന്നെ N ഉണ്ട്. സോൾവ് ചെയ്ത് നോക്കുക. NP എത്രയാണ് വരിക? N ഈക്വൽ ടു NPന്റെ വാല്യൂ 6 വരും. 6 ഡിവൈഡഡ് ബൈ പിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.66 ആണ്. 0.66 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പിന്റെ വാല്യൂ 1/6. എവിടെ തെറ്റിയോ? ഇവിടെ ഇത് ഡെസിമലിൽ എഴുതിയപ്പോ മാറ്റണ്ടല്ലോ. 1/6 അല്ല വരിക. ഇവിടെ 4/6 ആണല്ലോ വരിക അല്ലേ.
ഓക്കെ 4/6 ആണ് മാറിയതാണ്. ഓക്കെ സോ ഓക്കെ ഇത് 0.66 തന്നെയാണ്, പക്ഷെ 4/6 ആണ് ബാക്കി ഉണ്ടാകുക. ഇവിടെ 2/6 എന്നും മൈനസ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ 4/6 ആണ് ഉണ്ടാകുക. ഓക്കെ സോ എൻ പിന്റെ വാല്യൂ NP ഡിവൈഡ് ബൈ പി ആണ്. പി എന്ന് പറഞ്ഞാൽ 4/6. സോ 4/6 നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ 0.66 ചെയ്യാം, ഏത് വെച്ചിട്ടും ചെയ്യട്ടോ. ഇനി 4/6 ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 4/6 ചെയ്യുമ്പോൾ അതിന്റെ ഇൻവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വരിക 6 × 6 ഡിവൈഡഡ് ബൈ 4 വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് 36 ഡിവൈഡഡ് ബൈ 4 വരും. 36 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 9. ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിൽ 6 ഡിവൈഡഡ് ബൈ 0.66 ചെയ്താൽ മതി. ഓക്കെ 6 ഡിവൈഡഡ് ബൈ 0.66 ചെയ്യുമ്പോഴും ഒരു പോയിന്റിന്റെ ചെറിയ മാറ്റം ഉണ്ടാവും. 9 സംതിങ് വരും, അല്ലെങ്കിൽ 8.9 വരും. ഓക്കെ റൗണ്ട് ചെയ്യുമ്പോൾ 9 ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. NPയും NPQയും വെച്ചിട്ട് P കാണുക, Q കാൽക്കുലേറ്റ് ചെയ്യുക, N കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അപ്പൊ എത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് മെയിൻ ആയിട്ട് തന്നിരുന്നത്. അപ്പൊ എന്തൊന്ന് ഡൗട്ട് ഉള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിരുന്നല്ലോ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിരുന്നോ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ചെയ്ത് നോക്കാനും പറഞ്ഞിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഇൻ എ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 5 independent trials, first and second terms are 0.4096 and 0.2048 respectively. Find the parameter of P. P കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ടേം 0.4096 എന്നും സെക്കൻഡ് ടേം 0.2048 എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ P കാൽക്കുലേറ്റ് ചെയ്യണം. ചെയ്ത് നോക്കിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയതുണ്ടെങ്കിൽ ഒന്ന് പറയാം, എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. Pന്റെ വാല്യൂ 1/5 ആണ് വരിക. നമുക്ക് നോക്കാം. Pന്റെ വാല്യൂ എനിക്ക് തോന്നുന്നു 1/5 അല്ല വരിക. 1/5 എന്നാൽ റെഡി ആവില്ലല്ലോ. 4/9 ആണ്, Q വരുന്നില്ല. അല്ല 4/5 അല്ല Q വരുന്നത്. നോക്കാം. വേറെ ആർക്കെങ്കിലും ആൻസർ? ഓക്കെ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യട്ടോ. ഇൻ എ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസിസ്റ്റിംഗ് 5 independent trials, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 independent trials എന്നുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ആർ 0.4096 and 0.2048 respectively. Find the parameter of P. Okay, first and second terms ആണ്. ഫസ്റ്റ് ടേം 0.4096 ഉം സെക്കൻഡ് ടേം 0.2048 ആണ്. ദെൻ എന്നിട്ട് നമ്മളോട് P കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ദെൻ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടേമിന്റെ എക്സ് എത്ര ആയിരിക്കും? ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാല് ഓക്കെ നോക്കുക. ക്വസ്റ്റ്യനില് എന്തൊക്കെയാണ് ക്ലിയർ ആയത്? N എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? Nന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായത് പറയാം. Nന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത് ക്വസ്റ്റ്യനില്? ഓക്കെ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ടേമും പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ടേമും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ സമയം കളയുന്നില്ല. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x0 ആകുമ്പോഴുള്ള ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ ആണ്. കാരണം എപ്പോഴും ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണത് x0 വെച്ചിട്ടാണ്. 0 മുതൽ n വരെയാണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ x0 ആകുമ്പോഴുള്ള ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ. ഓക്കെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ x1 ആകുമ്പോഴുള്ള ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ ആണ്. സോ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ x0 ആണ് അപ്ലൈ ചെയ്യുക. x0 ആകുമ്പോൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ എന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞത്? 0.4096 അല്ലേ? 0.4096 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ x1 ആകുമ്പോൾ, അതായത് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ x1 ആകുമ്പോഴുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്?
2048 അല്ലേ? 0.2048. ഇനി നോക്കി ഈ ഫസ്റ്റ് ടൈം നമ്മളെങ്ങനെ എഴുതാം? എക്സ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റിയാണ്. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയല്ലോ, എൻ സി എക്സ് പി റൈസ് ടു എക്സ് പി റൈസ് ടു എക്സ് ദെൻ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് നമ്മളെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്നുള്ളത്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി ഇത് നമ്മൾ എക്സ് 0 എന്നുള്ളതിൽ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ടൈമിന് അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ടൈമിന് അപ്ലൈ ചെയ്യുമ്പോൾ എൻ സി എക്സ് എന്നുള്ളത് എന്താവും? എൻ എന്താവും? 5 ആവും അല്ലേ? എൻ 5 ആണ്. ദെൻ സി കോമ്പിനേഷൻ നമുക്കറിയില്ല. ദെൻ എക്സ് എന്താവും? 0 ആവും. സോ 5C0 ഇൻറ്റു പി അൺനോൺ വാല്യൂ ആണ് പി. Then so p raised to 0 ആണ്. p raised to x എന്നുള്ളത് x എന്താണ്? 0 ആണ്. സോ p raised to 0 into q raised to n minus s ആണ്. q raised to n minus x എന്ന് പറഞ്ഞാല് q raised to n minus x raised to എന്ന് കാണിക്കാനുണ്ട്. മുകളിൽ ഒരു ആരോഗ്യമായിട്ട് സിസ്റ്റത്തിൽ raised to എന്നുള്ള ബുദ്ധിമുട്ടാണ്. സോ n minus x ന് നമ്മൾ n minus n എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ മൈനസ് 0 x ന് 0 എന്ന് അപ്ലൈ ചെയ്യും. ഈസ് ഈക്വൽ ടു 0.4098 അല്ലേ? 0.4098 എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ടേം എന്നുള്ളത്. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയാൻ x1 ആണ്. x1 എന്ന് പറയുമ്പോൾ 5C1 ഇൻറ്റു പി റേസ് ടു 1 ഇൻറ്റു ക്യൂ റേസ് ടു 5 മൈനസ് 1 is equal to 0.2048 അല്ലേ? ഇത് രണ്ടും കിട്ടി. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 5C0 പി റേസ് ടു 0 ക്യൂ റേസ് ടു 5 മൈനസ് 0 is equal to 0.4098 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ടൈം x1 ആണ്. സോ 5C1 പി റേസ് ടു 1 ക്യൂ റേസ് ടു 5 മൈനസ് 1 ഈക്വൽ ടു 0.2048 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. 5C0 ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 5C0 എന്ന് പറഞ്ഞ എത്രയാണ്? 1 ആണ്. നമ്മൾക്കറിയാം 1 ആണെന്നുള്ളത്. ദെൻ പി റൈസ് ടു 0 എന്ന് പറഞ്ഞാലോ? റേസ് ടു 0 എന്ന് എന്താ ഒരു ആൻസർ? 1. ഓക്കെ 1 ആണല്ലോ. ഏതൊരു സംഖ്യന്റെ റേസ് ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ 1 ആണ് വരിക. ഓക്കെ സോ 1 into 1 എന്ന് കിട്ടും. ദെൻ ക്യൂ റേസ് ടു 5 മൈനസ് 0 ആണ്. ക്യൂ റേസ് ടു 5 മൈനസ് 0 എന്ന് പറഞ്ഞാല് ക്യൂ റേസ് ടു 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് 5 മൈനസ് 0 ആണ്. സോ ക്യൂ റേസ് ടു 5 ആണല്ലോ ഉണ്ടാവുക. 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ നോ എഫക്റ്റ് ആണ്. സോ ക്യൂ റേസ് ടു 5 is equal to നമ്മൾ നേരത്തെ ആൻസർ തന്നെയാണ് 0.4098 എന്ന് കിട്ടും. ഓക്കെ ഇവിടെ 1 into 1 into ക്യൂ റേസ് ടു 5 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂ റേസ് ടു 5 എന്ന് എഴുതിക്കൂടെ? കാരണം 1 into 1 നോ എഫക്റ്റ് ആണ്. സോ ക്യൂ റേസ് ടു 5 ഈക്വൽ ടു 0.4098 എന്ന് കിട്ടി ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾക്ക് സോൾവ് ചെയ്തപ്പോൾ. ഓക്കെ ദ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഇതുപോലെ തന്നെ സോൾവ് ചെയ്യും. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിൽ 5C1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 5C1 എന്ന് പറഞ്ഞാല് 5 ആണല്ലോ. 5C1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ പി റേസ് ടു 1 എന്ന് പറഞ്ഞാല് PN വരും. ദെൻ ക്യൂ റേസ് ടു 5 മൈനസ് 1 എന്ന് പറഞ്ഞാല് Q raised to 4. ഓക്കെ ക്യൂ റേസ് ടു 4 എന്ന് വരും. ഓക്കെ ക്യൂ റേസ് ടു 4 എന്ന് വരും. ഇസ് ഈക്വൽ ടു 0.2048 എന്ന് കിട്ടി. സോ അതിന് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്തു. 5PQ റേസ് ടു 4. ഓക്കെ ഇൻറ്റു എന്നുള്ള നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുക്കണമെന്നില്ലല്ലോ. സോ റേസ് ടു 4 is equal to
2048 എന്ന് കിട്ടി. ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത്, ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ q⁵ ഈക്വൽ ടു 0.4098 എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 5p q⁴ ഈക്വൽ ടു 0.2048 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇക്വേഷൻ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തു. ഇനി നോക്കുക, നമ്മൾക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് കൂടെ. ഫസ്റ്റത്തെ ഇക്വേഷൻ ഒന്ന് കാണിക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് q⁵ ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ q⁵ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5p q⁴ ആണ്. 5p q⁴ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 0.4096 98 0.4098 ആണ് ക്വസ്റ്റ്യൻ തന്നത്. anyone ഒന്ന് ചെക്ക് ചെയ്യോ? 6 ആണ്. 6 ആവും വരും കേട്ടോ. അപ്പോൾ 0.4096. ഓക്കെ, ഫസ്റ്റത്തെ ഇക്വേഷൻ 0.4096 ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ, അതായത് 5p q⁵ വാല്യൂ 0.2048. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരിക? 2. ഓക്കെ, അപ്പൊ അതാണ് മാറ്റം. ഇപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതായത് 5q⁵ ഡിവൈഡ് ബൈ 5p q⁵ ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കുക വെട്ടിപ്പോകും. ഇവിടെ ഈ q⁵ ഇവിടെ ഉണ്ട്, ഇവിടെ q⁴ ഉണ്ട്. അപ്പൊ ബാക്കി ഇവിടെ എന്താ ഉണ്ടാകുക? ഫസ്റ്റത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുക? ഇവിടെ q⁵ ഉണ്ട്, താഴത്ത് ഡിനോമിനേറ്ററിലാണെങ്കിൽ q⁴ ഉണ്ട്. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ഒരു q അല്ലേ? q⁵ q⁴ വെട്ടിപ്പോകുമ്പോൾ അവിടെ ബാക്കി ഒരു q ഉണ്ടാവും. സോ q ഡിവൈഡഡ് ബൈ പിന്നെ 5p താഴത്തും ഉണ്ടാവും അല്ലെ, ഡിനോമിനേറ്ററിൽ 5p ഉണ്ടാവും. എങ്ങനെ വന്നത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മളിവിടെ q⁵ നമ്മളെ ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്നു, ഡിനോമിനേറ്ററിൽ q⁵ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ q⁴ ഉണ്ടായിരുന്നു. ഇത് രണ്ട് നമ്മൾ എന്താണ് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഈ q⁵ q⁴ വെട്ടി പോകുമ്പോൾ ഇവിടെ q ഉണ്ടാവും അല്ലെ, ഒരു ബാക്കി q ഒന്ന് ഇവിടെ ഉണ്ടാവും, ബാക്കി ഇവിടെ 5p ഉണ്ട്. ഇത് നമ്മൾ വെട്ടിപ്പോവും. ദെൻ ആൻസേഴ്സിൽ വരികയാണെങ്കിൽ ഇവിടെ 4.96 ഡിവൈഡ് ബൈ 0.4096 ഡിവൈഡ് ബൈ 0.2048 എന്ന് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടിയ 2 ആണ്. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം? അപ്പൊ നമ്മൾക്ക് കിട്ടി q ഡിവൈഡ് ബൈ 5p ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ q പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യാം? q ഈക്വൽ ടു ഇത് ചെയ്തൂടെ? 2 into 5. 2 into 5p എന്ന് ചെയ്യല്ലോ, അല്ലെങ്കിൽ 5p into 2 എന്ന് ചെയ്യാം അല്ലെ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. സോ q ഈക്വൽ ടു 5p into 2 എന്ന് ചെയ്യാണ്. സോ ഈക്വൽ ടു q ഈക്വൽ ടു നമുക്ക് കിട്ടും 10p എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ q ഈക്വൽ ടു നമുക്ക് 10p എന്ന് കിട്ടി. q ഈക്വൽ ടു 10p എന്ന് കിട്ടി കഴിഞ്ഞാലേ ഇനി എന്താ ചെയ്യാ? നമ്മൾക്ക് p-ന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ q ഈക്വൽ ടു 10p എന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു q ഈക്വൽ ടു 10p എന്ന്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാ? q എന്ന് പറഞ്ഞാൽ എന്താണ്? q എന്ന് പറഞ്ഞാല് q എന്ന് പറഞ്ഞാൽ 1 - p അല്ലേ? q എന്ന് പറഞ്ഞാൽ 1 - p ആണ്. സോ q നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1 - p ആക്കുന്നു. കാരണം ഇവിടെ രണ്ട് എന്താണ് അൺനോൺ വാല്യൂസ് ആണ്, q ഉം p ഉം അൺനോൺ വാല്യൂസ് ആണ്. അപ്പം ഒന്നിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. q നെ നമ്മൾ 1 - p എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം q എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 1 - p ആണ്. സോ q നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 1 - p ഈക്വൽ ടു 10p. ഓക്കെ, അപ്പൊ അടുത്ത എന്താ വരിക? 1 - p ഈക്വൽ ടു 10p എന്ന് കിട്ടി. ഇനി അടുത്തെന്താ വരിക? ഇനി നമ്മൾക്ക് ചെയ്തൂടെ? 1 ഈക്വൽ ടു 1 മാത്രം അവിടെ പുറത്ത് എടുക്കുക. ഓക്കെ, 1 ഈക്വൽ ടു എന്താ വരിക? 1 ഈക്വൽ ടു
ഈ മൈനസ് 10 പിയിൽ p ലെഫ്റ്റ് plus സൈഡിലേക്ക് പോകുമ്പോ എന്തോ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ plus 11p എന്നാവും അല്ലേ? 1 equal to 11p എന്നായി. ക്ലിയർ അല്ലേ? 1 equal to 11p എന്നാവും. 1 equal to 11p എന്നായി. 1 equal to 11p എന്ന് പറഞ്ഞാൽ 11p equal to 1 ആണല്ലോ. ഓക്കെ, 11p equal to 1 ആണ്. സോ p എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്ന് p എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/11. യെസ്, p എന്ന് പറഞ്ഞാൽ 1/11. ഓക്കെ, p എന്ന് പറഞ്ഞാൽ 1/11. അപ്പൊ ഈ ക്വസ്റ്റ്യന് സോൾവ് ചെയ്തത് നിങ്ങളൊന്ന് നോക്കുക, ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുക. ഇപ്പം തന്നെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യട്ടെ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. സ്ക്രീൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആണോ ഇല്ല. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറയുന്നത്. സോ p equal to 1/11 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നോക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് 5 ഇൻഡിപെൻഡന്റ് ട്രയൽസ്. ഫസ്റ്റ് ടൈം 0.4096, സെക്കൻഡ് ടൈം 0.2048 എന്നുള്ളായിരുന്നു. ദെൻ ഫൈൻഡ് പി ആണ് പറഞ്ഞിരുന്നത്, പി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ 5 ഇൻഡിപെൻഡന്റ് ട്രയൽസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ n 5 കൊടുത്തു. ദെൻ ഫസ്റ്റ് ടൈം 0.4096 എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ x0 ഉള്ള ടൈം ആണ്. സോ x0 ആകുമ്പോൾ 0.4096. ദെൻ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ x1 ആകുമ്പോഴുള്ള ടൈം ആണ്, അത് 0.2048 എന്ന് എടുത്തു. ദെൻ നമ്മളെ ബൈനോമിയലിന്റെ ഇക്വേഷൻ NC(x) p raised to x q raised to n minus x, അതിൽ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടൈം ആകുമ്പോൾ x0 ആവും. x0 ആകുമ്പോഴുള്ള വാല്യൂ 5c0 into p raised to 0 into q raised to n minus x എന്നുള്ളിടത്ത് n എന്നുള്ള 5 അപ്ലൈ ചെയ്യും. 5 minus 0 equal to 0.4096 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് ടൈം x1 ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 5c1 p raised to 1 q raised to 5 minus 1 equal to 0.2048 എന്ന് കിട്ടും. ദെൻ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. 5c0 എന്ന് പറഞ്ഞാൽ 1 ആണ്, p raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ദെൻ q raised to 5 minus 0 എന്ന് പറഞ്ഞാൽ q raised to 5 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് equal to 0.4098 എന്ന് കിട്ടും. ദെൻ 1 into 1 into q raised to 5 എന്ന് പറഞ്ഞാൽ q raised to 5 ആണ്, equal to 4098 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ഇക്വേഷൻ ഇതുപോലെ തന്നെ സോൾവ് ചെയ്യും. 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്, ദെൻ p raised to 1 എന്ന് പറഞ്ഞാൽ p ആണ്, ദെൻ q raised to 5 minus 1 എന്ന് പറഞ്ഞാൽ q raised to 4 ആണ്, equal to 0.2048 ആണ്. അങ്ങനെ വീണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ 5p q raised to 4 equal to 0.2048 എന്ന് കിട്ടും. ദെൻ ആ ഇക്വേഷൻ നമ്മളൊന്നുകൂടി സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ q raised to 5 ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ 5p q raised to 4. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റത്തെ 0.4096 ആണ്, സെക്കൻഡത്തെ ഡിവൈഡ് ബൈ 0.2048 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരിക ന്യൂമറേറ്ററിൽ ഒരു q ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 5p ഉണ്ടാവും, ബാക്കിയുള്ള വെട്ടി പോകും. ഓക്കെ, സോ q ഡിവൈഡ് ബൈ 5p ഈക്വൽ ടു 2 എന്ന് വരും. 0.4096 ഡിവൈഡ് ബൈ 0.2048 ചെയ്യുമ്പോൾ 2 എന്നാണ് കിട്ടുക. സോ പിന്നെ ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ്. q പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ q ഈക്വൽ ടു 5p into 2 എന്ന് കിട്ടും. സോ q ഈക്വൽ ടു 10p എന്ന് കിട്ടും. പിന്നെ നമുക്ക് അറിയാം q എന്ന് പറഞ്ഞാൽ 1 minus p ആണെന്നുള്ളത്. അപ്പോൾ q നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 1 minus p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 1 minus p equal to 10p എന്ന് കിട്ടും. സോ 1 equal to 11p എന്ന് കിട്ടും. ദെൻ 1 equal to 11p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11p equal to 1 തന്നെയാണ്. സോ പിന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ p equal to 1/11. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ സ്വന്തമായിട്ട് ചെയ്യട്ടോ ക്ലാസ് ചെയ്യുന്ന ശേഷം. ദെൻ നെക്സ്റ്റ്
ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതോടുകൂടി ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിനിഷ് ചെയ്യും. പിന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി അടുത്ത് പറയാനുള്ളത്. ചോദിക്കാറുണ്ട്, ചില പ്രാവശ്യം എസ്സേക്കും ചോദിച്ചിട്ടുണ്ട് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് ഒക്കെ. 2019 ചോദിച്ചിട്ടുണ്ട് എസ്സേക്ക് 16. അപ്പോൾ നോക്കാം, ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എൻ പി ക്യൂ. നമ്മളോട് ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞതെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻ പി ക്യൂ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. എൻ കാൽക്കുലേറ്റ് ചെയ്യണം, പി കാൽക്കുലേറ്റ് ചെയ്യണം, ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഹിൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈ കോയിൻസ് ആണ് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണ്ടാവും, പിന് ക്യൂവിനെ കുറിച്ച് ഹിൻസ് ഒന്നും ആവശ്യമില്ല. കോയിൻസ് ആണെങ്കിൽ പിയും ക്യൂ എത്ര വരിക, കോയിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിയും ക്യൂവിന്റെ വാല്യൂ എത്ര വരിക, 1/2. അപ്പം കോയിൻ ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അപ്പൊ പിനും ക്യൂവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, 1/2 അപ്ലൈ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ പിനെ കുറിച്ചിട്ടും ക്യൂവിനെ കുറിച്ചിട്ടും ചെറിയ ഹിന്റ് തന്നിരിക്കും. ഒന്നെങ്കിൽ പിനെ കുറിച്ചിട്ടാവും അല്ലെങ്കിൽ ക്യൂവിനെ കുറിച്ചിട്ടാവും. അപ്പം അതിൽ പി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യൂ നമുക്കറിയാം 1 - പി ആണ് എന്നുള്ളത്. അപ്പം പിയും ക്യൂ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എൻ പി ക്യൂ ആണ്. ദ സെക്കൻഡ്, substitute the value of NPQ in the binomial distribution. In the binomial distribution ഇക്വേഷനിൽ പല ടെസ്റ്റിലും പല മോഡൽ ഇക്വേഷനിൽ ചില ടെസ്റ്റിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ഫുൾ എക്സ് വെച്ചിട്ടാണ് പഠിച്ചത്. സോ NCX ഇൻറ്റു PRX നോട്ട് മുമ്പ് എഴുതിയവർ ഇത് കറക്റ്റ് ചെയ്യണം കേട്ടോ. വേറെ ടെസ്റ്റിനെ കോപ്പി ചെയ്തുകൊണ്ടാണ്. NCX ഇൻറ്റു PRX ഇൻറ്റു QN-X ആണ്. ചില ബുക്സിൽ 6 വെച്ചിട്ടും പറയുന്നുണ്ട്. രണ്ട് സെയിം തന്നെയാണ്, മാറ്റില്ല. നമ്മൾ ഇതുവരെ പഠിച്ചത് എക്സ് വെച്ചുകൊണ്ട് എക്സ് എന്ന് അപ്ലൈ ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എൻ പി ക്യൂ ഇൻ ദി ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ NCX ഇൻറ്റു PRX ഇൻറ്റു QN-X. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ എൻ പി ക്യൂവിന്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. എൻ കിട്ടിയത്, പി കിട്ടിയത്, ക്യൂ കിട്ടിയത്, ഇത് ക്ലിയർ ആയിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. സെക്കൻഡ്. ദെൻ തേർഡ് പറഞ്ഞത് പുട്ട്. ആറിനൊക്കെ നമ്മൾ എക്സ് നോക്കി. പുട്ട് എക്സ് ഈക്വൽ ടു 0, 1, 2, etc. in the function of NCX into PRX, QN-X എന്നുള്ളത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷൻ നേരത്തെ നോട്ടിൽ എഴുതിയവർ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടോ. കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടല്ല, നമ്മൾ ഇതുവരെ എക്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഞാൻ തന്ന നോട്ടിൽ 6 വെച്ചിട്ടായിരുന്നു. അപ്പൊ എക്സിന് 6ന് പകരം അവിടെ എക്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുട്ട് ദി എക്സ് ഈക്വൽ ടു 0, 1, 2, etc. in the function of NCX, PRX, QN-X. അപ്പൊ ഈ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ വാല്യൂസും എക്സ് 0 മുതൽ n എത്ര വരെ ഉണ്ടോ അതുവരെ എക്സ് 0 മുതൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സ് 0 അപ്ലൈ ചെയ്യണം, ദെൻ എക്സ് 1 അപ്ലൈ ചെയ്യണം, 2 അപ്ലൈ ചെയ്യണം, 3 അപ്ലൈ ചെയ്യണം. അങ്ങനെ n എത്ര വരെ ഉണ്ട്, n 10 ആണെങ്കിൽ 10 വരെ അപ്ലൈ ചെയ്യണം, n 20 ആണെങ്കിൽ 20 വരെ അപ്ലൈ ചെയ്യണം, n 28 ആണെങ്കിൽ 28 വരെ അപ്ലൈ ചെയ്യണം. അപ്പൊ അപ് ടു n വരെ എക്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സ് 0 അപ്ലൈ ചെയ്യുമ്പോൾ NCX എന്നുള്ളിടത്ത് എന്താവും, ആ NC 0, P0, QN-0. ഓൾറെഡി നമ്മൾക്ക് എടുത്ത് പിയും ക്യൂവും എന്നും പിയും ക്യൂവും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ് ഓരോന്നും അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കിട്ടും. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് പറഞ്ഞത്, മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടേംസ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആൻഡ് ടു ഒബ്റ്റെയിൻ ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ ഫിറ്റിംഗ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ലാസ്റ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ലാസ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടേംസ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആൻഡ് ടു ഒബ്റ്റെയിൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ടേംസിനും അതിന്റെ ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സ് 0 കിട്ടുമ്പോഴുള്ള ഒരു ടേം ഉണ്ടാവും, ഒന്ന് 28 അല്ലെങ്കിൽ 56 എന്ന് പറഞ്ഞ ടേം കിട്ടും എക്സ് 0 അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ എക്സ് 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടേം കിട്ടും. ദെൻ എക്സ് 3 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ടേം കിട്ടും, ഒരു P(x) കിട്ടും. അതിന് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ട് ആ കിട്ടിയ P(x) ആ ടേംസിനെ ഇൻറ്റു ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കിട്ടുക എന്നാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളത്. അപ്പൊ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ് ഈ ഒരു ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ ടേംസിന്റെ സമ്മാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് NPQ ആണ്. N കാൽക്കുലേറ്റ് ചെയ്യുക, P കാൽക്കുലേറ്റ് ചെയ്യുക, Q കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് എന്നുള്ളത് ഈ NPQ എന്നുള്ള വാല്യൂസ്, ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂസ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. NCX into P raised to X into Q raised to X, അവിടെ നമ്മൾ NPQ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്നുള്ളത് X 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ X ഫസ്റ്റ് നമ്മൾ 0 അപ്ലൈ ചെയ്യണം, ദെൻ X 1 അപ്ലൈ ചെയ്യണം, X 2, അങ്ങനെ N എത്ര വരെയാണോ നമ്മൾ N ഉള്ളത് അതുവരെ X 0 1 2 3 അപ് ടു N വരെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോന്നിനും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P of X കിട്ടും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്നുള്ളത് മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടേംസ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ആ ഓരോ കിട്ടിയ ടേംസിനെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, ഇനി നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇത് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. 8 coins were tossed together for 256 times. Fit a binomial distribution of getting heads. Also find mean and standard deviation. Okay. Of getting heads, also find mean and standard deviation എന്നാണ് പറഞ്ഞത്. Okay. Question clear അല്ലേ? Question പറഞ്ഞിട്ടുണ്ട് 8 coins ആണ്, but tossed together for 256 times. Okay. Fit binomial distribution of getting heads, also find mean and standard deviation ആണ്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫിറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഫിറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടുന്നതിന്റെ ബേസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? പറയാം. ഫസ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു നമ്മള് ഫൈൻഡ് NPQ എന്നുള്ളത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ N എത്രയാണ്? 8. ഓക്കെ, N 8 ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി N 8 ആണ്, അതായത് എടുത്ത് എഴുതാം N 8 എന്നുള്ളത്. ദെൻ P എത്രയാണ്? 1/2. P എന്നുള്ളത് കോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ P നെ കുറിച്ച് വേറെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. 1/2 ആണ്. സോ Q Q 1/2 ആണ്. കാരണം കോയിൻ ആയതുകൊണ്ട് P യും Q 1/2 ആണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് NPQ, ഫൈൻഡ് NPQ എന്നുള്ളത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത് നമ്മൾ ആ ഒരു ഇക്വേഷനിലെ NCX എന്നുള്ള ഇക്വേഷനിൽ വാല്യൂസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NCX into P raised to X. ഞാൻ ഇത് മുകളിൽ സിമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. NCX into P raised to X into Q raised to N minus X. Q raised to N minus X. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ N നമ്മൾ 8 അപ്ലൈ ചെയ്യുന്നു. N 8. ദെൻ C നമുക്കറിയില്ല, X നമുക്ക് ഇപ്പോൾ അറിയില്ല. ദെൻ P ന് പകരം നമ്മൾ 1/2 അപ്ലൈ ചെയ്യുന്നു. 1/2 X നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. 1/2 raised to X. ദെൻ Q എന്ന് പറഞ്ഞാലും 1/2. 1/2 raised to N എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 minus X. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഫസ്റ്റ് നമ്മൾ NPQ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, സെക്കൻഡ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിൽ നമ്മൾ N-ഉം P-യും Q നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 3 കോളംസ് ആയിട്ട് വരയ്ക്കാൻ നോക്കുക. കോളം നമ്മുടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, ഇത് നമ്മൾ മുകളിലും ചെയ്ത് മതി. ഇതൊരു ഫോർമൽ ഇക്വേഷൻ ആണ്. ഇനി ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി ഇത് ഓരോന്നും നമ്മൾ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഈ ഒരു കോളത്തിന് ഹെഡിങ് കൊടുക്കുക നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. കാരണം ഇവിടെ നമ്മളോട് ഹെഡ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. നമ്പർ ഓഫ് ഹെഡ്സ് ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുക്കുക. കാരണം എക്സ് ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഹെഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു കോളത്തിന്റെ ഹെഡിങ് ആണ് കേട്ടോ. അത് കറക്റ്റ് ആവണമെന്നില്ല, കാരണം വരച്ചിട്ട് അതിന്റെ മുകളിൽ ചെയ്യണോണ്ട്.
ഇപ്പൊ നമ്പർ ഓഫ് എഡ്സ് എക്സ് എന്നുള്ള അലൈൻമെന്റിൽ മാറ്റുണ്ടാവും ശ്രദ്ധിക്കും. സെക്കൻഡ് എന്നുള്ള പി ഓഫ് എക്സ് ആണ്. കാരണം എക്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് സെക്കൻഡ് വരിക, അതാണ് പി ഓഫ് എക്സ് എന്നുള്ളത്. തേർഡ് കോളത്തിന്റെ ഹെഡിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഫുള്ള് ഇതാണ് എഴുതി വെക്കാം, അല്ലെ ഇ ഓഫ് എക്സ് എന്ന് എഴുതട്ടോ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പി ഓഫ് എക്സ് ഇൻറ്റു ഞാൻ പറയാം. ഓക്കെ, ഇത് ഇനി ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് ഐറ്റം നമ്മളോട് എക്സ് ഏത് മുതൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ പി ഒ എക്സ് 0 മുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് എക്സ് എന്ത് വേണം? 0 വേണം അല്ലേ? ഫസ്റ്റ് എക്സ് 0 മുതൽ എക്സ് ഏതുവരെ അപ്ലൈ ചെയ്യണം നമ്മള്? 8 അപ് ടു 8. n ഏതുവരെ ഉണ്ടോ അതുവരെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ n 8 ആണ്. സോ ഫസ്റ്റ് 0 അപ്ലൈ ചെയ്യണം, ദെൻ 1 അപ്ലൈ ചെയ്യണം, ദെൻ 2 അപ്ലൈ ചെയ്യണം, ദെൻ 3 അപ്ലൈ ചെയ്യണം, ദെൻ 4 അപ്ലൈ ചെയ്യണം, ദെൻ 5 അപ്ലൈ ചെയ്യണം, ദെൻ 6, 7, ദെൻ 8. ഇങ്ങനെ ഓരോന്ന് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ എക്സ് 0 അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മളത് പി ഓഫ് എക്സ് എന്താ വരിക? എക്സ് 0 അപ്ലൈ ചെയ്യുമ്പോ P of 0 എന്താണ്? എക്സ് 0 അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ പി ഓഫ് എക്സ് ഇക്വേഷൻ എന്താ വരിക? എക്സ് 0 നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളിടത്ത് ഫുൾ എന്താവും? 0 എന്നാവും. 8c എക്സ് എന്നുള്ളത് നമ്മൾ 0 കൊടുക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് 1/2 റേസ് ടു എക്സ് ആണ്. അപ്പൊ 1/2 റേസ് ടു എക്സിന് പകരം നമ്മൾ എക്സിന് പകരം നമ്മൾ 0 അപ്ലൈ ചെയ്യും. അപ്പൊ അതാണല്ലോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് 0 നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ദെൻ 1/2 റേസ് ടു 8 മൈനസ് എക്സ് എന്നുള്ളിടത്ത് നമ്മൾ 0 അപ്ലൈ ചെയ്യും എക്സിന് പകരം. സോ 1/2 റേസ് ടു 8 മൈനസ് 0. ഇത് സോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടുക? 0 അപ്ലൈ ചെയ്യുമ്പോ 8c0 എന്ന് പറഞ്ഞാല് 1. then 1/2 raised to 0 എന്ന് പറഞ്ഞാല് 1. then 1/2 raised to 8 minus 0 എന്ന് പറഞ്ഞാല് 1/2 raised to 8 minus 0 എന്ന് പറഞ്ഞാൽ 1/2 raised to 8 ആണ്. 1/2 raised to 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 into 2 into 2 into 2 എന്ന് ചെയ്യുമ്പോൾ 256 കിട്ടും. ആറോശ പറഞ്ഞിട്ടുണ്ട്. അപ്പം 1/256 എന്ന് കിട്ടും. ഓക്കെ, സോ ഈക്വൽ ടു എന്താ വരിക? 1 into 1 into 1/256 എന്ന് പറഞ്ഞാല് 1/256 ആണല്ലോ. ഓക്കെ, 1/256 ആണ്. സോ അപ്പൊ ഫസ്റ്റത്തെ എക്സിന് 0 അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 1/256 എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ ആൻസർ നമ്മൾക്ക് കിട്ടി. എക്സ് 0 ആകുമ്പോൾ 1/256 എന്നുള്ളത്. ദെൻ സെക്കൻഡ് അപ്ലൈ ചെയ്യുക, 1 അപ്ലൈ ചെയ്യുക. അപ്പൊ 0 എക്സിന് പകരം നമ്മൾ എന്താണ് 1 അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 8c1. ദെൻ ഇനി നിങ്ങൾ ചെയ്യട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ. ദെൻ 1/2 റേസ് ടു എക്സിന് പകരം നമ്മൾ 1 അപ്ലൈ ചെയ്യുന്നു. 1 ദെൻ ഇൻറ്റു 1/2 റേസ് ടു 8 മൈനസ് 1. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 8c1 എന്ന് പറഞ്ഞാൽ 8c1 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8ന് 1/2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ് അല്ലേ? 1/2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദെൻ 1/2 റേസ് ടു 8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1/2 റേസ് ടു 7 എന്ന് പറഞ്ഞാല് 7 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 128 128 ആണല്ലേ? 256ന്റെ പകുതി. അപ്പോൾ 1/2 into 1/128 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? 1 by അല്ല ന്യൂമറേറ്ററിൽ 8 into
8 into 1 into 1 ആണ് ന്യൂമറേറ്റർ വരിക. 8 into 1 into 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 ഡിനോമിനേറ്ററിൽ വരിക 2 into 128 ആണ്. നിങ്ങൾ താഴത്ത് ഡിനോമിനേറ്റർ വരച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവും ഒരു 2 ഉണ്ടാവും, പിന്നെ ഒരു 128 ഉണ്ടാവും. സോ 8/256 ആണ് സെക്കൻഡത്തെ ആൻസർ വരിക അല്ലേ. ദെൻ തേർഡ് പെട്ടെന്ന് പറയാം, നമ്മുടെ സമയങ്ങളുണ്ടല്ലോ. 8C2 1/2 raised to 2 and 1/, നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യല്ലോ. 1/2 raised to 8 minus 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതിയൂടെ. 8 minus 2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 6 അല്ലേ. ഞാൻ 6 ഒന്ന് ഡയറക്റ്റ് ചെയ്താണ്, കാരണം 8 minus 2 എന്ന് പകരം 6 എന്ന് ഞാൻ എഴുതി. Then in it is 8C2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 8C2 എന്ന് പറഞ്ഞാൽ 28 ആണ്. 8C2 പറഞ്ഞാൽ 28 ആണ്. Then 28 into 1/2 raised to 2 എന്ന് പറഞ്ഞാൽ 1/4 വരും അല്ലേ. Then 1/2 raised to 6 എന്ന് പറഞ്ഞാൽ 2 raised to 6 എന്ന് പറഞ്ഞാൽ അറിയാലോ 64 ആണ്. 64 വരും. സോ ഇൻറ്റു 1/64 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇവിടെ ന്യൂമറേറ്ററിൽ ഉണ്ടാവുക 28 into 1 into 1 ആണ്. സോ 28 ന്യൂമറേറ്ററിൽ ഉണ്ടാവും. ഡിനോമിനേറ്റർ ഉണ്ടാവുക 4 into 64 ആണ്. 4 into 64 എന്ന് പറഞ്ഞാൽ 128 into 122 തന്നെയാണ് 256 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ ഫുള്ള് 256 ആണ് കിട്ടുക. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡിനോമിനേറ്റർ എപ്പോഴും 2 raised to 8 തന്നെയാണ് വരിക. ആ 2 raised to 8 പല രീതിയിൽ വരുന്നു എന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റത്തേൽ 2 raised to 8 ഡയറക്റ്റ് വന്ന്, പിന്നത്തേൽ വന്ന എന്താണ് 2 into 2 raised to 7 ആണ് വന്നത്. പിന്നത്തേൽ വന്നത് 2 raised to 2 into 2 raised to 6 ആണ്. എങ്ങനെയായാലും 2 raised to 8 തന്നെയാണ് ഡിനോമിനേറ്ററിൽ ഉണ്ടാവും 256 എന്നുള്ളത്. അപ്പൊ ആ ന്യൂമറേറ്ററിലുള്ള മാറ്റം നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ന്യൂമറേറ്ററിലുള്ള മാറ്റങ്ങൾ മാത്രമേ നമ്മൾ കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ട്, ബാക്കി ഡിനോമിനേറ്ററിൽ 256 തന്നെ ഉണ്ടാവുക. ദെൻ 3 അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞോളി എങ്ങനെ വരിക? ഇപ്പൊ ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്യൂലേ ആൻസർ? സ്വന്തമായിട്ട് ചെയ്തൂടെ? ഓക്കെ. അപ്പോൾ 3 നമ്മൾ അപ്ലൈ ചെയ്തു. 8C3 1/2 raised to 3. Then 1/2 raised to 8 minus 3 നമ്മൾ 5 എടുത്തു. Then 8C3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 56 അല്ലേ. 28 ചെയ്താൽ മതി. 56 വരും. Then 1/2 raised to 3 എന്ന് പറഞ്ഞാൽ 480. Then 1/2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ഉണ്ടാവുമല്ലോ. അപ്പൊ ആ 32 into 5 എന്ന് പറഞ്ഞാലും തന്നെയാണ് 32 into 8 ആണ് വരിക. ഓക്കെ. സോ 56 into 1/2 raised to 2 എന്ന് പറയുമ്പോൾ 1/8 into 1/32 ഈക്വൽ ടു പിന്നെ വരിക 56. ന്യൂമറേറ്ററിൽ 56 ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 256 ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ദെൻ 4 വരുമ്പോൾ ആൻസർ എത്ര വരിക? ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യട്ടോ. ദെൻ 4ൽ ചെയ്യുമ്പോൾ ഈ 8C4ന്റെ വാല്യൂ മാത്രമേ നമുക്ക് കാണാണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് അറിയില്ലോ 8C4ൻ്റെതാണ് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ആൻസറിൽ. സോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. 8C4ൻ്റെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് ഞാനിങ്ങനെ കോപ്പി ചെയ്തിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാണ്. ബാക്കി ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും. അപ്പൊ വരിക ഇവിടെ 70 ആവും. 70 into 1/8 പകരം അവിടെ 1/16 ആവും. ഇവിടെയും 1/16 ആവും. 16 into 16 ആണ്. അപ്പൊ ഇവിടെ 70 വരും. ഓക്കെ. 70/256 കിട്ടും. Then അടുത്ത എന്താ വരിക? 70/2 എക്സ് 5 ആവുമ്പോൾ എന്താ വരിക ആൻസർ? 8C5 ആവുമ്പോൾ എന്താ ആൻസർ വരിക? 56 തന്നെയാണ്. കാരണം 8C5ഉം 8C3യും സെയിം ആൻസർ തന്നെയാണ് വരിക. 8C5
അങ്ങോട്ട് മാറുള്ളൂ. ഓക്കെ, ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇവിടെ 1/, ഇവിടെ 5 വരും, ഇവിടെ ഒരു 3 വരും. ഓക്കെ, പിന്നെ 56 തന്നെ. HC5 എന്ന് പറഞ്ഞാൽ 56 തന്നെയാണ്. സോ പിന്നെ ഇവിടെ 32 ഉണ്ടാവുക, ഇവിടെ 81 ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് 56 ഡിവൈഡ് ബൈ 256 ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ 8 വരെ ചെയ്യണം. ഞാൻ അടുത്ത എന്റെ ഫൈനൽ ആൻസർ എന്താ വരിക? 8C6 ആണെങ്കിൽ, അല്ലെ 6 ആണെങ്കിൽ എന്താ വരിക? 28. 8C6 28 വരും. ബാക്കി നിങ്ങൾ ചെയ്യട്ടെ. 8C6 28 വരും. ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 28 ഡിവൈഡ് ബൈ 256 എന്ന് കിട്ടും. ദെൻ 8C7 ആണെങ്കിലോ 8C7 8 കിട്ടും. 8 ബൈ 256 എന്ന് കിട്ടും. by 256 എന്ന് കിട്ടും. ദെൻ 8C8 ആണെങ്കിലോ ഓക്കെ 1 by 256 എന്ന് കിട്ടും. 1 by 256 എന്ന് കിട്ടും. നിശ്ചിത 70 അല്ല കേട്ടോ, 70 8C4 വരുള്ളൂ. പിന്നെ 70 വരില്ല. 8C4 മാത്രമേ 70 വരുള്ളൂ. ഓക്കെ, പിന്നെ 8C8 എന്നുള്ളത് 1 ആണ് വരിക. 1 by 256 കിട്ടും. ഇത് ചെയ്ത് നോക്കട്ടോ നിങ്ങള്. 1 by 256 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ വരിക, P(x) വരിക. ഇത് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇപ്പൊ എന്താ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കാണുക? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ P(x) ഇൻറ്റു സം ഓഫ് ഫ്രീക്വൻസി ആണ്. ഇവിടെ സം ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? ഇവിടെ ബ്രാക്കറ്റിൽ ലൈൻ ചെയ്താ ഇവിടുത്തെ സം ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? P(x) ഇൻറ്റു സം ഓഫ് ഫ്രീക്വൻസി ആണ്. സം ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ സം ഓഫ് ഫ്രീക്വൻസി എന്നുള്ള 256 ആണ്. സോ P(x) ഇൻറ്റു 256 ചെയ്യാം. ഓക്കെ, അപ്പൊ P(x) ഇൻറ്റു 256 ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ നമ്മൾ ചെയ്യേണ്ടത് P(x) ഇൻറ്റു 256 ആണ്. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എത്ര വരിക? ഈ 1 by 256 ഇൻറ്റു 256 എന്ന് ചെയ്യുമ്പോൾ എന്താ വരിക? 1 by 256 ഇൻറ്റു 256 എന്താ വരിക? 1 by 256 എന്ന് പറയുമ്പോൾ 1 അല്ലേ വരിക? 256 രണ്ട് വെട്ടി പോവല്ലോ, പിന്നെ ബാക്കി ഒരു 1 ആണ്. ഓക്കെ, സോ 1 എന്ന് ആൻസർ വരും. സോ ഈക്വൽ ടു 1. ദെൻ അടുത്തത് 8 by 256 ഇൻറ്റു 256 ആണ്. ഈക്വൽ ടു 8 എന്ന് ആൻസർ വരും. പിന്നെ അടുത്തത് പറഞ്ഞത് 56 അല്ല 28 ഡിവൈഡ് ബൈ 256 ആണ്. ഇൻറ്റു 256 അത് ചെയ്യുമ്പോൾ വരിക 28 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരിക 56 ഡിവൈഡ് ബൈ 256 ഇൻറ്റു 256 ആണ്. ഈക്വൽ ടു 56 ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഫുള്ള് ചെയ്യും. ആ 256 ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള വാല്യൂ തന്നെയാണ് വരിക. കാരണം ഇവിടെ മറ്റേ ഡിനോമിനേറ്ററും ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം വാല്യൂ ആണ്. എല്ലാ ക്വസ്റ്റിലും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ന്യൂമറേറ്റർ തന്നെയാണ് ഇവിടെ ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തതിന്റെ ഓരോന്നിന്റെ നിങ്ങൾക്ക് തന്നെ പറയല്ലോ. 8 വരെ ഇപ്പം 56 വന്നു. ഇനി അടുത്ത വരിക 70 ആണ്. നമുക്കറിയല്ലോ 70 ആണെന്നുള്ള കാര്യം. 70 വരും അടുത്തത്. പിന്നെ കഴിഞ്ഞാൽ 56 വരും. പിന്നെ കഴിഞ്ഞാൽ വരിക 56 ആണ്. പിന്നെ കഴിഞ്ഞാൽ വരിക 28. പിന്നെ കഴിഞ്ഞാൽ വരിക 8 into 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇനി പറയണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കട്ടെ. ഇതാണ് ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ആയിട്ടാവും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് വരാനുള്ളതാണ്. അതോടുകൂടി ഈ ഒരു ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ തീർന്നു. ഇതിന് ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഹെഡിങ് കൊടുക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അറ്റൻഡൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. സി എക്കാർക്കും ഇന്റേണൽ ഇടുക ഈ ഒരു അറ്റൻഡൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാവും. കാരണം QT എന്നുള്ളത് എന്തായാലും നിങ്ങൾ തിയറി തലേന്ന് വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോണ്ടോ പാസ് ആവില്ല. ക്ലിയർ ആയിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം എക്സാം എഴുതി പാസ് ആവുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഏതെങ്കിലും തിയറി പേപ്പർ ചെയ്യുന്ന മാതിരി തലേന്ന് ഫുള്ള് നോട്ട് വായിച്ച് എന്തെങ്കിലും എഴുതി വെച്ച് ഒന്ന് പാസ് ആവാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ കൊറോണ ആകുമ്പോൾ ക്വസ്റ്റ്യൻസിന് എണ്ണം കൂടുതലുണ്ടാവും. പക്ഷെ എങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റണം. സോൾവ് ചെയ്യണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, സ്വന്തം ചെയ്യുന്ന വേണം. അല്ലെങ്കിൽ QT സപ്ലൈ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ QT. മുമ്പ് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇൻകം ടാക്സ് 2 സമ്മിലാക്കിയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. Then fitting of binomial distribution ഇനി വല്ല ഡൗട്ട്സും ഉണ്ടോ? ഇത് ക്ലിയർ അല്ലേ? ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ sir. ഓക്കെ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് SAK ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നോക്കുക, ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് NPQ കാൽക്കുലേറ്റ് ചെയ്യാണെന്നാണ്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് N കാൽക്കുലേറ്റ് ചെയ്യുക, P കാൽക്കുലേറ്റ് ചെയ്യുക, Q കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുള്ള ഇൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ അത് ഇക്വേഷനിൽ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു ഫോർമൽ ഇക്വേഷൻ നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. 3 കോളം വരയ്ക്കും. ഫസ്റ്റ് നമ്പർ ഓഫ് ഹെഡ്സ് X എന്നാണ് ഫസ്റ്റത്തെ കോളം. ദെൻ സെക്കൻഡ് കോളം P of X ആണ്. ആ X അപ്ലൈ ചെയ്തിട്ടുള്ള P of X. ദെൻ തേർഡ് കോളം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ E of X, അതായത് P of X into 256 അല്ലെങ്കിൽ P of X into ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി 256 ആയതുകൊണ്ട് ഇവിടെ P of X into 256 എന്ന് എടുത്തു. ദെൻ എക്സ് നമ്മൾ 0 മുതൽ അപ് ടു N ഏത് വരെ ഉണ്ടോ അതുവരെയുള്ള X നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. 0, 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ 8 N 8 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 8 നമ്മൾ നിർത്തിയത്. ഇപ്പൊ N 10 ആണെങ്കിൽ 10 വരെ നമ്മൾ ചെയ്യണം. ദെൻ P of X കാണാണ്. P of X എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ 0 മുതൽ ഓരോന്ന് നമ്മൾ X സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മളെ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇക്വേഷനിൽ നമ്മൾ X വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ X 0 ആണെങ്കിൽ P of Xന്റെ ഇക്വേഷനിൽ നമ്മൾ X 0 ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ വരെ 8C0 into 1/2 raised to 0 into 1/2 raised to 8 minus 0. എന്നിട്ട് അത് സോൾവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് സോൾവ് ചെയ്തിട്ട് വാല്യൂ കിട്ടും. അങ്ങനെ ഓരോന്നും X അപ്ലൈ ചെയ്തിട്ട് 0 മുതൽ N വരെയുള്ള X അപ്ലൈ ചെയ്തിട്ട് നമ്മൾ P of X കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ P of X into ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി നമ്മൾ ചെയ്യുന്നു. സോ P of X into 256 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യട്ടോ. ഔട്ടുള്ളവരൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വേറെ ക്വസ്റ്റ്യനും കൂടെ തന്നില്ലായിരുന്നോ? ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നില്ലായിരുന്നോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്? Sir. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യലെന്ന് പറയാം. ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ സോൾവ് ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഫോളോയിങ് ഡാറ്റ അടുത്ത ക്ലാസ്സിൽ ഹോംവർക്ക് ഉണ്ടോ, നിങ്ങൾ ചെയ്തു വരും കേട്ടോ. എങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറയാം. The following data shows the number of seeds germinating out of 5 IB dam filter for 80 sets of seeds. Fit a binomial distribution of this data and find the expected frequencies. Okay, fit a binomial distribution ആണ് പറഞ്ഞത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ മീൻ എന്താ വരിക?
ഒന്ന് പെട്ടെന്ന് പറയൂ. മീൻ എന്താ വരിക? എങ്ങനെ മീൻ എങ്ങനെ കിട്ടുക? മീന് അറിയല്ലോ, n into p ആണ്. ഇപ്പൊ n എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയാ 8 ആണ് n എന്ന് പറഞ്ഞിട്ടുണ്ട്. p എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ n into p ചെയ്യുമ്പോൾ മീന് 4 കിട്ടും. ദെൻ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണല്ലോ, √10 pq, n into p into q, 8 into 1/2 into 1/2. അപ്പം √2 എന്ന് കിട്ടും. ഓക്കെ, √2ന്റെ വാല്യൂ നമ്മൾ മുമ്പ് പഠിച്ചൊരു വാല്യൂ ആണല്ലോ √2ന്റെ വാല്യൂ. 1.414. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടോ. ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കുക. Following data shows the number of seeds germinating 5 IB dam filter for 80 sets of seeds. Fit a binomial distribution of this data and find expected frequencies ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, പീനെ കുറിച്ചിട്ട് ഒരു ഐഡിയ തന്നില്ല, ക്യൂനെ കുറിച്ചിട്ട് ഒരു ഐഡിയ തന്നില്ല. അപ്പം പി ക്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എൻ പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ തന്ന എന്താണ്, എൻ എത്രയാണ് വരിക ക്വസ്റ്റ്യനില്? ക്വസ്റ്റ്യനിൽ n എന്താ വരിക? n-ന്റെ വാല്യൂ 5 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് the following data shows the number of seeds germinating out of 5 IB dam filter for 80 sets of seeds. ഫിറ്റ് ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് മീൻ കാണുക? അല്ല, ഇതെങ്ങനെ കാണുക? നമ്മൾ പി ക്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പിയും ക്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Anyone have any idea? സ്റ്റെക്ക് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഓക്കെ, ഇപ്പൊ പിയും ക്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്തേ നമുക്ക് നിർത്താം. പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യനിൽ പീനെ കുറിച്ചിട്ട് ക്യൂനെ കുറിച്ചിട്ട് യാതൊരു ഇൻസ്റ്റന്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ആകെ എന്റെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ 80 സെറ്റ്സ് ആണ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. അല്ലെ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട് 80 എന്നുള്ളത്. അതേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഡാറ്റ ആണ് തന്നത്, എക്സും എഫും ആണ് തന്നത്. നമുക്ക് പി കാണണം, ക്യൂ കാണണം. എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് പറയാം. എന്ന് പറഞ്ഞു, n എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ്, അത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ ഇനി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ക്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എങ്ങനെ ചെയ്യാം നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്വസ്റ്റ്യനിൽ എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട് അല്ലേ? എക്സും ഉണ്ട്, എഫും ഉണ്ട്. അതായത് എക്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം? പിയും ക്യൂ എങ്ങനെ ചെയ്യാം? ഈ എക്സും എഫും നിന്നിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾക്ക് മീൻ കണ്ടൂടെ? നിങ്ങള് മീന് BNS മീൻ കാണുന്നത് പഠിച്ചിട്ടില്ലായിരുന്നോ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ മീൻ കാണുന്നത്, മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മീൻ കാണാനുള്ള ഇക്വേഷന് പെട്ടെന്ന് പറയാം. മീൻ കാണാനുള്ള ഇക്വേഷൻ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ എക്സും എഫും ഉണ്ടെങ്കിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് ഓഫ് എക്സ് സിഗ്മ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്, അല്ലെങ്കിൽ n, ക്യാപിറ്റൽ ലെറ്റർ n അല്ലേ? ഇപ്പൊ സിഗ്മ ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാണ്. എഫ് എക്സ് സിഗ്മ എഫ് എക്സ്, പിന്നെ ഡിവൈഡ് ബൈ ഒന്നേ സം ഓഫ് എഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ n അല്ലേ? നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചതെന്ന് അറിയില്ല കേട്ടോ. ഈ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിന്റെ സമ്മാണ് കേട്ടോ. സ്മാൾ ലെറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ n ആണെങ്കിൽ ഫ്രീക്വൻസിന്റെ സം എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സം ഓഫ് എഫ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ചെയ്താൽ നമുക്ക് മീൻ കിട്ടൂലേ? ഇപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ NP അല്ലേ? മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സും എഫും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മീൻ കാണണം. മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഓഫ്
എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ് ഉണ്ട്, എഫ് ഉണ്ട്, പിന്നെ ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞ പുതിയൊരു കോളം ഉണ്ടാക്കണം, അതിന്റെ സമ്മ് കാണണം, ദെൻ ഡിവൈഡ് ബൈ എൻ ചെയ്യണം. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. മീൻ എന്ന് പറഞ്ഞാൽ എൻ പി ആണ്. ഈ എൻ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പി കാൽക്കുലേറ്റ് ചെയ്തൂടെ? എൻ പി കിട്ടിക്കഴിഞ്ഞാൽ പി കാൽക്കുലേറ്റ് എന്താ ചെയ്യാം? നമ്മൾ എൻ പി ഡിവൈഡ് ബൈ എൻ ചെയ്താൽ മതിയല്ലോ. എൻ പി ഡിവൈഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി കിട്ടും. പിന്നെ പി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ചെയ്തൂടെ? ക്യൂ ഇക്വൽ ടു 1 മൈനസ് പി ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ പിയും ക്യൂവും ഈ രീതിയിൽ ചെയ്താൽ കിട്ടും. പിയും കിട്ടി, ക്യൂവും കിട്ടി, എന്നെ പിന്നെ ക്വസ്റ്റ്യൻ ആദ്യം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ചെയ്തൂടെ? എക്സ് എന്ത് ചെയ്യുക? 0 മുതൽ 5 വരെ അപ്ലൈ ചെയ്യുക. എക്സിന്റെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ n 5 ആണ്. സോ എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പി ഓഫ് എക്സ് കാണുന്നു. ദെൻ ഇ ഓഫ് എക്സ് എങ്ങനെ കാണുക? ഇ ഓഫ് എക്സ് എങ്ങനെ കാണുക? നമ്മളെ പി ഓഫ് എക്സ് ഇൻറ്റു എന്താ ചെയ്യേണ്ടി വരിക? പി ഓഫ് എക്സിനെ 80 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇവിടെ സം ഓഫ് ഫ്രീക്വൻസി നമ്മൾ 80 ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെ ആ ക്വസ്റ്റനിലുണ്ട് ഫ്രീക്വൻസിന്റെ സമ്മ്, അത് കൂട്ടി കഴിഞ്ഞാൽ 80 ആണ് കിട്ടുക. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യുക. ആദ്യം നമ്മൾ പിയും ക്യൂവും കാണും. പി കാണാൻ വേണ്ടി നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ എന്ന് പറയാൻ എൻ പി ആണ്. അപ്പൊ എൻ പി വെച്ചിട്ട് നമ്മൾ പി കാൽക്കുലേറ്റ് ചെയ്യും. പി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ടേബിൾ വരയ്ക്കും. ടേബിൾ നമ്മൾ എക്സ് അപ്ലൈ ചെയ്യും 0 മുതൽ 5 വരെ. കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് നമ്മൾ കാണും. ദെൻ അതിന്റെ ഇ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഹോംവർക്ക് ചെയ്തൂടെ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ ഹോംവർക്ക് ചെയ്യുക. ഈ ഹോംവർക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ആ നോട്ട് ചെക്ക് ചെയ്യും. ഒരു 8-10 ആൾക്കാരെ നോട്ട് ലൈവില് ക്യാമറ ഓണാക്കി കാണിക്കാൻ പറയട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുത്ത് അടുത്ത ക്ലാസ്സിൽ ഈ ഹോംവർക്കും ചെയ്തു വരാം. ഓക്കെ, ദെൻ സി അറ്റൻസ് മാർക്ക് ചെയ്തില്ലേ റഫ? ഓക്കെ, ദെൻ കോപ്പറേഷൻ അറ്റൻസ് മാർക്ക് ചെയ്തില്ലേ? കോപ്പറേഷൻ